പമ്പറ കറങ്ങി കറങ്ങി ബമ്പറ. കൂട്ടുകാരുടെ വെഡിങ് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഗായത്രിക്കാണ് എടുക്കാൻ പോണത്. എല്ലാവർക്കും ഇന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് എടുക്കണം. 10 മണിക്ക് എത്താനാണ് 10 മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ഇട്ടത്. പക്ഷേ ഇപ്പോൾ തന്നെ 10 മണിയായി. ഞാൻ കുളിക്കണം. കുറച്ച് ഉറങ്ങിപ്പോയി. കുറ്റാണോ? IPCൽ കയറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ ഇല്ലേ, കുറ്റമില്ല. അപ്പം പിന്നെ വറക്കാണ് മുഖ്യം. പിന്നെ ഫുഡ് അടിച്ചിട്ട് കുളിച്ചിട്ട് ഫുഡ് അടിച്ചിട്ട് പോകണം. കുളിച്ചു കൂട്ടുകാരെ, കുളിച്ചപ്പോൾ കോൾഡ് അടിച്ചു കൂട്ടുകാരെ, കോൾഡ് അടിച്ചു. അമ്മ ആട്ടോ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. എത്താൻ പോണേ ഉള്ളൂ. ഞാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മ കണ്ട ഫസ്റ്റ് ആയിട്ട് റെഡി ആയി നിൽക്കുകയാണ് അവിടെ. ആട്ടോ കണ്ട എന്തൊരു പങ്ക്ച്വാലിറ്റി കണ്ട. കൊള്ളാം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. ഹൗസ് ലുക്ക്. അവർ അമ്മയൊക്കെ പോയി. ഞാനിനി പോകണം. ലേറ്റാ പോയാൽ ലേറ്റസ്റ്റായിട്ട് പോകണം. ബാക്കിയെല്ലാവരും എത്തിയിടാ, ഞാൻ ലേറ്റ്. അയ്യോ ഞാനാണ് ലേറ്റ്. ഹലോ അറ്റായി പോയില്ലേ. മാർക്കണ്ട വീസിലെ ഇഷ്ടപ്പെട്ടത് അകത്തെ ലുക്കും പുറത്തെ ലുക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അകത്ത് കയറുമ്പോൾ വേറെ എവിടെയും ഇരിക്കുന്ന പോലെ തോന്നും. കണ്ട ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആരും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. പാവം ഞാൻ. കാപ്പി കുടിച്ചാ? മാർക്കണ്ട ഹൗസിൽ ആദ്യം ഞാനും അമ്മ എത്തി. അവിടെ കയറി കുറേ സാരി നോക്കി. അവരെ കൊണ്ട് ഞാൻ അവിടെയുള്ള എല്ലാ കളറിൽ നിന്നും എല്ലാം ഇങ്ങനെ കളർ സെക്ഷൻ വെച്ച് യെല്ലോയുടെ സെക്ഷൻ, ഗ്രീനിൻ്റെ സെക്ഷൻ, അങ്ങനെ സെപ്പറേറ്റ് സെക്ഷൻ ആണല്ലോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഞാൻ ഓരോന്നും 2 ഇതുമൊക്കെ എടുത്ത് ഒരു 20 സാരികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും നമ്മൾ സാരി ഷെൽഫിന്ന് എടുത്തു. ഓരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി. ഓരോരുത്തരുടെയും സജഷൻ വെച്ചിട്ട് എടുത്തു. ഇപ്പം താഴെ ഒരു സെക്ഷനിൽ നിന്ന് കുറച്ച് സാരീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും ആ സാരി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ വന്നിട്ട് ആ സാരി ഒന്ന് എടുത്തേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എടുത്തപ്പോഴത്തേനും തന്നെ ആ സാരി അടിപൊളിയായിരുന്നു. അവിടെ ഇരുന്ന് 2-3 സാരി എടുത്തു ആ സെക്ഷനിൽ നിന്ന്. അതൊക്കെ നല്ലതായിരുന്നു. ഇതെല്ലാത്തിൽ നിന്നും കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 10-15 സാരി എന്തോ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 10 എന്തോ ആണെന്ന് തോന്നുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് വെച്ച് നോക്കി, ഏത് കൊള്ളാം അങ്ങനെ കമ്പയർ ചെയ്തു. പിന്നെ അതിൽ നിന്നൊരു 3 എണ്ണം ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 എണ്ണം നമ്മൾ എടുത്തു വെച്ചാൽ എൻ്റെ സ്കിൻ ടോണുമായിട്ട് എനിക്ക് ചേരണമല്ലോ സാരി. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആ 10 എണ്ണത്തിൽ നിന്ന് പിന്നെ 10 എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അത് 10 നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3 എണ്ണം ബെസ്റ്റ് 3 എണ്ണം എടുത്തു. അത് ശരിക്കും ആ 3 സാരി നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഒരു സാരിയാണല്ലോ നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫൈനലി ഒരു സാരി ഈ 3-ൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഇതിൽ 3-ൽ കമ്പയർ ചെയ്യുമ്പോൾ ഏത് കൊള്ളാം, നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഒരു സാരി ഫിക്സ് ചെയ്ത് പിന്നെ അത് നമ്മൾ ഫുൾ കൊടുത്ത് നോക്കി. അപ്പോൾ അത് നല്ലതായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് സാരി. അവരും സജഷൻസ് അവിടുത്തെ സ്റ്റാഫും ഒക്കെ നമുക്ക് സജഷൻസ് പറയണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കണ്ണാടി ഫേസ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സ്റ്റാഫ് ആക്ച്വലി എൻ്റെ ബാക്കിലായിട്ടാണ് വരിക. അപ്പോൾ ഞാൻ കണ്ണാടി കൂടെ അവരെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് കൊള്ളാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇത് കൊള്ളാം, ഇത് അത്ര സുഖമില്ല, ഇത് കൊള്ളാം, ഇത് ചേരുന്നുണ്ടെന്നൊക്കെ അവരും ഇങ്ങനെ സജഷൻസ് പറയണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ നോക്കുന്നു, എടുക്കുന്നു. പാവം ഞാൻ ഇവിടെ നിന്ന് പമ്പറ കറങ്ങി എന്ത് ചെയ്യാനല്ലേ. അവരെടുക്കുന്നു, പോകുന്നു. 20 സാരിയിൽ നിന്ന് എന്തോ 3 എണ്ണം വരെ എത്തി. ഇനിയിപ്പം 3-ൽ 1 എത്താൻ ഇനി ഒരു 2 hours കൂടെ എടുക്കും തോന്നുന്നു. പിന്നെ അല്ലേ ഫാൻ വെച്ചാൽ നിങ്ങൾ പറയുന്നുണ്ടോ? അവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ കളക്ഷൻ ഉണ്ടല്ലോ, പക്ഷെ എന്നാലും അത്രയ്ക്ക് റേറ്റും ഇല്ല. അപ്പം അവരും ഹാപ്പിയായി, എൻ്റെ പോക്കറ്റും ഹാപ്പിയായി, കടക്കാരും ഹാപ്പിയായി. യെസ്, കളക്ഷൻസ് ഒക്കെ കണ്ട കൂട്ടുകാരെ സ്റ്റാർട്ടിങ് 8,000 ഇരുന്നാണ്. ഞാൻ അവിടെ ലേറ്റായി കുറേ പരാതികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് എന്താണ് ചെയ്തത്? ചുമ്മാ തേരപ്പറ വീഡിയോ ഒക്കെ എടുത്ത് ഇരിക്കുകയാണ്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ലേഡീസ് എടുത്ത് അങ്ങ് സാരി നോക്കിയെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഫുൾ ഡേ അങ്ങ് നോക്കിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടോളണേ, ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും പറയൂല. ഇത് കൊള്ളല്ലേ, ഭയങ്കര ക്യൂട്ട്. എന്ത് പറയുന്നു കൂട്ടുകാർ? ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കൂട്ടുകാരെ. കാപ്പി കുടിച്ചാ കൂട്ടുകാരെ? കാപ്പി അടിച്ചു കൂട്ടുകാരെ. എല്ലാ ആംഗിളിൽ നിന്നും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു ജോലി ഇല്ലല്ലോ. അവിടെ വന്നിട്ട് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മല്ലോ. ഇഷ്ടപ്പെട്ടോ ഇല്ല. ആ എസ് എന്ന് പറയുന്ന വാക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു കേട്ടോ.
പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കൂട്ടുകാരെ. ഈ ബ്ലൗസും വെച്ച് ബ്ലൗസിൻ്റെ എന്ത് വിധി ഇത്? എത്ര ഫസ്റ്റ് എടുത്തു ചെയ്തു? 10 ആണോ? അല്ല 10-15 അതിൽ 3 ചേച്ചി കറക്റ്റ് സമയത്ത് സമയത്ത് ചേച്ചി കറക്റ്റ് സമയത്ത് അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഫൈനലായിട്ട് എടുത്തു. അതല്ലേ ഫൈനൽ. That is miracles of Guinness record. ഈ ബ്ലൗസ് ഒന്നാലോചിച്ച് ഈ ബ്ലൗസ് ഈ സാരി എങ്ങനെയുണ്ടോ? നന്നായിട്ടുണ്ട്. പൊട്ടിക്ക് കഴിഞ്ഞു ആദ്യമായിട്ട്. ഔട്ട് ഓഫ് 15 ഒന്ന് കിട്ടിയല്ലേ ഇത്ര പെട്ടെന്ന്? തിരിച്ചു വെച്ച് കുറേ എണ്ണം എടുത്തിട്ട് തിരിച്ച് വെച്ച്. 18 അടുത്തൊന്നും പിടിച്ചില്ല. അത് കുഴപ്പമില്ല. 11 ആദ്യം ഇപ്പം വാങ്ങിച്ചതാ. നല്ല സിമ്പിൾ. നമ്മളൊക്കെ തിളങ്ങി 11:30 തീർന്നിരിക്കുന്നു കൂട്ടുകാരെ. ഞാൻ പെട്ടെന്ന് എത്തിയപ്പോൾ പെട്ടെന്ന് തീരും. എന്ത് ചെയ്യാനാണ് അല്ലേ? ഇവിടെ മനുഷ്യൻ എത്ര നേരം എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരെത്തിയതുകൊണ്ട് ഇവര് വരേണ്ട ടെൻഷൻ മാത്രം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവര് വന്നു കഴിഞ്ഞപ്പോ സമാധാനം. ഇവര് രീതിക്കല്ലേ സെലക്ട് ചെയ്യുള്ളൂ. മുഖത്തിൽ കാണാൻ പറ്റൂല്ലേ? എനിക്ക് വന്നപ്പോ ഞാൻ കൊറേ ആക്രാന്തം പിടിച്ച് കൊറേ അടിപൊളി ചേച്ചി ഇന്നലെ എന്റെ ഇത് രണ്ടും നല്ല ഇത് രണ്ടും ഇതാ ബേബിയുടെ കളറാണ് കേട്ടാ. ഇത് രണ്ടും ഇതാ ബേബിയുടെ കളറാണെന്ന്. വേറെ ഒരു കൂട്ടുകാരൻ അവിടെ പുറത്തിരിക്കുന്നു. ആ ചേട്ടാ അങ്ങനെ ഡ്രസ്സ് എടുത്തിരിക്കുന്നു. വന്നൊക്കെ കാണണ്ടേ ഡ്രസ്സ് സാരി കാണുന്നത് കാണണം. എന്തോ നമ്പർ കൊടുത്തോ 24 ഒരു കൊടു നിന്റെ പേര് കൊടു. ദിസ് ഈസ് ദ ഡ്രസ്. 3 ഇത് ബാക്കി നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചേ. കൊടുത്തു നോക്കാം. ഇല്ല ഡ്രസ് കൊടുക്കുന്നു അല്ല. നല്ല രസമുണ്ട്. കൊള്ളാം കൊള്ളാം. ആ മുഖത്തിലുള്ള ആ ഒരു ചമ്മൽ കണ്ട കൊള്ളാം. ഇനി ഇപ്പം എന്തൊരു പറയാം. അല്ലെങ്കിൽ എന്താണ് എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല രസമുണ്ടല്ലേ? ലൈന വന്നില്ലേ? കുറച്ചാ യുവർ ഓണർ പൊക്കി പറ.
എങ്ങനെയെങ്കിലും പറ. എങ്ങനെ അറിഞ്ഞു നമ്മൾ? എത്രയാണെന്ന് കണ്ടുപിടിച്ചു എവിടെ നിന്നാണ് ഓർത്തത്. നമ്മളെന്നവർക്ക് ഇതിൽ പോയില്ലേ, നമ്മൾ ഇവിടെ പോയില്ല, എന്തോ ഒരു ഈവെന്റിൽ പോയപ്പോഴാണ് കണ്ടത്. ഇന്റർവ്യൂ എടുത്തപ്പോൾ അങ്ങനെ മനസ്സിലായി. അപ്പോൾ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. ഇച്ചിരി വീഡിയോ മൊത്തം ഡെയിലിയും കാണും ഇൻസ്റ്റാഗ്രാമിൽ. ഇല്ല, അതൊന്നും എല്ലാം വൃത്തിയാണ്. സ്കോപ്പൊക്കെ ഇട്ട് കൈകിട്ടുണ്ട്. റെഡി സ്റ്റാർട്ട് ക്യാമറ. പറ ചുമ്മാ പറ. പിന്നെ നാക്കൊക്കെ അവിടെ പോയി. എൻ്റെ പേര് ഗായത്രി. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ സ്ഥലം പാപ്പനംകോടാണ് വീട്. അരോയ ബുട്ടീക്കിനെ പറ്റി ഞാൻ ആഡ് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഒരു എക്സിബിഷൻ ഒരു ഇവൻറ്റിന് വെച്ചിട്ട് അരോയല്ല മാർക്കറ്റാണ്. എൻ്റെ പേര് ഗായത്രി. ട്രിവാൻഡ്രത്താണ് വീട്, പാപ്പനംകോടാണ് വീട്. ഇത് മാർക്കണ്ട വ്യൂസിനെ പറ്റി ഞാൻ ആഡ് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങളൊരു എക്സിബിഷന് പോയപ്പോൾ നേരിട്ട് രശ്മി ചേച്ചീനെ കണ്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡൽ സാരി ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത്. അങ്ങനെ നോക്കാൻ വന്നപ്പോഴാണ് കളക്ഷൻസ് ഇവിടെ കടയിൽ വന്ന് നേരിട്ട് കളക്ഷൻസ് കാണുന്നത് അന്നേരമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും എൻ്റെ കസിൻ്റെ കല്യാണത്തിനൊക്കെ ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കല്യാണത്തിന് ഇവിടെ നിന്ന് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ റീൽസിൽ സ്ഥിരം ഇഷ്ടംപോലെ സാരീസ് കാണുമ്പോൾ ഇങ്ങനെ ഇതെടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇന്ന് വന്നപ്പോൾ ഏതായാലും കിട്ടണമെന്നുണ്ടായിരുന്നു. ഏതായാലും എനിക്ക് ഇഷ്ടമുള്ള പോലെ കിട്ടി. നിറയെ കളക്ഷൻസ് ഉണ്ട്. ഞാനൊരു 10-20 സാരി എടുത്തു. അതിൽ കുറേ എണ്ണം വെച്ച് നോക്കി. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഈ സാരി എടുത്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. രശ്മി ചോദിച്ചു പാവമാണ്, സ്വഭാവം നല്ല സ്വഭാവമാണ്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും വണക്കം.